വാക്കിനാൽ വന്ന ബന്ധനം വാക്കാൽ അഴിയപ്പെടണം. അത് വളരെ സന്ദർഭമാണ്. അവിടെ കർത്താവ് പറഞ്ഞു, ഇന്ന് രാത്രി എല്ലാവരും നിങ്ങൾ ഇടറുമെന്ന് പറഞ്ഞു. അല്ല, ഞാൻ ഇടറിയില്ല കർത്താവ് എന്ന് പറഞ്ഞു. ഇന്ന് രാത്രി കോഴി കൂവുന്നതിന് മുമ്പ് നീ എന്നെ 3 വട്ടം തള്ളിപ്പറയെന്ന് പറഞ്ഞു. പത്രോസ് അതുപോലെ 3 വട്ടം കർത്താവിന് എന്ത് ചെയ്തു? തള്ളിപ്പറഞ്ഞു. ആ തള്ളിപ്പറഞ്ഞ വാക്കിനാൽ വന്ന കുരുക്കില്ലേ, കർത്താവ് വാക്കുകൊണ്ട് തിരിച്ചഴിക്കും. നിങ്ങൾക്ക് ശ്രദ്ധിക്കണമോ? അത്താഴം കഴിഞ്ഞ ശേഷം യേശു എഴുന്നേറ്റു. എന്നിട്ട് പത്രോസിൻ്റെ അടുക്കൽ ചോദിച്ചു, ബെറിയോനായ ശീമോനെ, നീ ഇവരിൽ അധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചു. പത്രോസ് പറഞ്ഞു, ഉവ്വ കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് പറഞ്ഞു. വീണ്ടും കർത്താവ് ചോദിച്ചു, ബെറിയോനായ ശീമോനെ, വാസ്തവമായി നീ എന്നെ സ്നേഹിക്കുന്നു? ഉവ്വ കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ടല്ലോ എന്ന് പറഞ്ഞു. മൂന്നാമത് കർത്താവ് ചോദിച്ചു, ബെറിയോനായ ശീമോനെ, വാസ്തവമായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നു? മൂന്നാമതും ചോദിച്ചേറെ പത്രോസ്, സർവ്വതും നീ അറിയുന്നു കർത്താവേ എന്ന് പറഞ്ഞ് അങ്ങയുടെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞു. 3 വട്ടം തള്ളിപ്പറഞ്ഞതിനെ 3 വട്ടം ഏറ്റുപറയിപ്പിച്ച് ആ കുരുക്കിനെ കർത്താവ് അഴിച്ചെങ്കിൽ ഇന്ന് രാത്രി വാക്കിനാൽ വന്ന ചില ബന്ധനങ്ങളുണ്ട്. യേശുവിന്റെ നാമത്തിൽ അത് ഏറ്റുപറഞ്ഞെങ്കിൽ മാത്രമേ ആ കുരുക്ക് ഇന്ന് രാത്രി അഴിയപ്പെടുകയുള്ളൂ. വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി ഏറ്റെടുത്ത് ഒരു തുള്ളി കണ്ണുനീരെങ്കിലും ആ കാൽക്കൽ അർപ്പിച്ചിട്ട് ആ കുരുക്ക് അഴിച്ചിട്ട് ഇന്ന് രാത്രി ഇവിടുന്ന് പോകാവൂ. സോറാബാല അധരാ ജഗപ്രബലധികേറിയൽ. ഹല്ലേലൂയ. ഞാൻ കറ്റാനത്ത് ഒരു ഏജിയുടെ കൺവെൻഷൻ പ്രഭാഷണം കഴിഞ്ഞു. ഞാനന്ന് താമസിക്കുന്ന കായംകുളം ടൗൺ ചർച്ചിൽ പാസ്റ്ററായിട്ട് ഇരിക്കുന്ന സമയമാണ്. പ്രഭാഷണം കഴിഞ്ഞ് ഞാൻ നേരത്തെ തൊട്ടടുത്താണ് കൺവെൻഷൻ പ്രസംഗം കൊണ്ട് ഞാൻ പ്രസംഗം കഴിഞ്ഞ ശേഷം 9:30 ആയപ്പോൾ 9 മണി, അവിടുത്തെ 8:45 കൺവെൻഷൻ തീർന്നു. ഞാൻ 9:30 ആയപ്പോൾ വീട്ടിൽ വന്നു. ഞാൻ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ ക്ഷീണിതനായതുകൊണ്ട് കട്ടിലിൽ ഇങ്ങനെ കിടക്കുന്നു. എൻ്റെ വൈഫ് അലക്കിയ തുണിയൊക്കെ ഉണക്കിയത് മടക്കി അലമാരിയിലെടുക്കുന്നു. എൻ്റെ 2 കുഞ്ഞുങ്ങൾ മുറിക്കകത്ത് ഇങ്ങനെ, അത് കൊച്ചു കുഞ്ഞുങ്ങളാണ്, അവർ കളിച്ചുകൊണ്ട് നടക്കുന്നു. ഞാനിങ്ങനെ കട്ടിലെ കിടക്കുമ്പോൾ പെട്ടെന്ന് എനിക്കൊരു മയക്കം പോലെ വന്നു. അപ്പോൾ ആ സമയങ്ങളെല്ലാം വിശ്രമമില്ലാത്ത കൺവെൻഷൻ പ്രഭാഷണമാണ്. ഞാനിങ്ങനെ വിശ്രമിച്ച് ക്ഷീണം കൊണ്ട് കിടക്കുകയാണ്. ഞാനിങ്ങനെ, അപ്പോൾ കർത്താവിന് വേണ്ടി ധാരാളം ഉപയോഗിക്കപ്പെടുന്നല്ലോ, അങ്ങനെ ഒരു സന്തോഷം എൻ്റെ അന്ന് മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ മയങ്ങിപ്പോയപ്പോൾ ഒരു കാഴ്ച കാണുകയാണ്. ഒരു പൈശാചിക ശക്തി ആ റോഡിൽ നിന്നും നടന്നു കയറി വരികയാണ്. ഒരു മനുഷ്യനെ പോലെ നടന്നു കയറി വന്നിട്ട്, ഞാനന്നൊരു വലിയൊരു വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുകയാണ്. അതിൻ്റെ സിറ്റൗട്ടിൽ കയറി, എന്നിട്ട് വലിയ ഹോളിലേക്ക് കയറിയിട്ട് പിശാച് നേരെ അടുക്കള കയറി. അടുക്കള ചെന്ന് വർക്ക് കയറി എല്ലാം കറങ്ങിയിട്ട് ഒരാൾ നടന്നു വരുന്ന പോലെ ഇങ്ങനെ നടന്ന് വന്നിട്ട് ഞങ്ങൾ കിടക്കുന്ന ബെഡ്റൂമിലേക്ക് നോക്കിയപ്പോൾ ഞാൻ അവിടെ കിടക്കുന്നു. പിശാച് ഒരൊറ്റ ഓട്ട ഓടി. ഞാൻ ചാടി എണീറ്റു. അയ്യോ, ഇപ്പോഴും എൻ്റെ മേൽ ഭൂതങ്ങളുടെ മേൽ അധികാരം ഉണ്ടല്ലോ, 17ാമത്തെ വയസ്സിൽ പ്രാപിച്ചതാണ്, ഇന്നും അത് പോയിട്ടില്ലല്ലോ എന്ന് ഞാൻ ഊറ്റം കൊണ്ടുകൊണ്ട് ഞാൻ കട്ടിലേക്ക് കിടക്കുകയാണ്. ഇങ്ങനെ കിടക്കുന്ന കൂട്ടത്തിൽ ഞാൻ അറിയാതെ മയങ്ങിപ്പോയി. വീണ്ടും റിവൈൻഡ് ചെയ്ത് പരിശുദ്ധം അവനെ കാണിക്കുന്നു. പഴയ പിശാച് വീണ്ടും നടന്നു വരുന്നു. ഒരാളിനെ പോലെ നടന്ന് സിറ്റൗട്ടിൽ കയറി, അവിടെ അവൻ ഹോളിൽ കയറി, വീണ്ടും അടുക്കള ചെന്ന് വർക്ക് ഏറിയെല്ലാം വിസിറ്റ് ചെയ്ത് അവനെ മടങ്ങി വന്നു. ബെഡ്റൂമിൽ വന്ന് എത്തി നോക്കിയപ്പോൾ ഞാൻ കിടക്കുന്നു. അവൻ ഇറങ്ങി ഓടി. അത് 1ാമത്തെ കാഴ്ച. 2ാമത്തെ അവൻ വന്നിട്ട് ആ ബെഡ്റൂമിലേക്ക് നോക്കിയപ്പോൾ ഞാൻ കിടക്കുന്നു. ഒരു കൂസലുമില്ല. അവൻ അകത്തോട്ട് കയറി വന്നിട്ട് ഞാൻ കിടക്കുന്ന കട്ടിലിൻ്റെ സൈഡിൽ അവൻ മെല്ലെ ഇരുന്നു. എൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ ആ കട്ടിലേക്ക് ഇരുന്നു. 1 മണിക്കൂർ ആ പുള്ളി അവിടെ ഇരുന്നു. 1 മണിക്കൂർ ഞാൻ ബോധം കെട്ട് അവിടെ കിടന്നു. എൻ്റെ വൈഫ് അടുത്തിരിപ്പുണ്ട്. എനിക്ക് തട്ടി വിളിക്കണമെന്നുണ്ട്, പറ്റുന്നില്ല. എൻ്റെ കുഞ്ഞുങ്ങൾ അവിടെ കളിച്ചുകൊണ്ട് നടപ്പുണ്ട്, അവരെ വിളിക്കണമെന്നുണ്ട്, എനിക്ക് പറ്റുന്നില്ല. എൻ്റെ കൈ ചലിക്കാൻ പറ്റുന്നില്ല, കാല് ചലിക്കാൻ പറ്റുന്നില്ല. പക്ഷേ എൻ്റെ ബോധമനസ്സ് മാത്രം, ഉപബോധ മനസ്സും അത് തെളിഞ്ഞു നിൽക്കുകയാണ്. പക്ഷെ എല്ലാം എനിക്ക് കാണാം, കേൾക്കാം, പക്ഷെ പറ്റുന്നില്ല. ഭൂതങ്ങളുടെ മേൽ വല്ലാത്ത അധികാരമുണ്ടെന്ന് അഹങ്കരിച്ച എനിക്ക്, 17ാമത്തെ വയസ്സിൽ പ്രാപിച്ചെന്നുള്ള അഹങ്കാരമുള്ള എനിക്ക് എന്നോട് ചോദിക്കുന്നു, എൻ്റെ അനുഭവം എന്ന് പറയുന്നത് എനിക്ക് ചലിക്കാൻ പറ്റുന്നില്ല. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പുള്ളി എഴുന്നേറ്റ് പോയി. ഞാൻ ബോധത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റു. എൻ്റെ ശരീരമൊക്കെ വല്ലാതെ കുഴയുന്ന പോലെ, എനിക്ക് വല്ലാത്ത പരവേശം തോന്നി. കർത്താവേ, എനിക്കെല്ലാം നഷ്ടപ്പെട്ടു പോയോ എന്ന് ഞാൻ ചോദിച്ചു. വൈഫിനോട് കുഞ്ഞിനോടും പറഞ്ഞു, കുഞ്ഞുങ്ങളോട് നിങ്ങൾ കിടന്നുകൊള്ളുക എന്ന് പറഞ്ഞ് എനിക്ക് ഓഫീസുണ്ട്, ആ പഠിക്കുന്ന റൂമുണ്ട്, ആ മുറിയിലേക്ക് പോയി ഞാൻ വാതിലടച്ചിട്ട് അവിടെ നിന്നുകൊണ്ട് ഏകദേശം രാത്രി 11 മണി മുതൽ പ്രാർത്ഥിപ്പാൻ തുടങ്ങി. രാത്രി 2 മണിയായി. എൻ്റെ അതുവരെ ഞാൻ 15 മിനിറ്റ് കൂടുതൽ വ്യക്തിപരമായി പ്രാർത്ഥിച്ചിട്ടില്ല. ആ പ്രാർത്ഥന 11 മണി മുതൽ 2 മണി വരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ചലനമുണ്ടാകുന്നില്ല, ഒരു മാറ്റമോ ഒന്നും എനിക്ക് അനുഭവപ്പെടാൻ കഴിയുന്നില്ല. രാത്രി 2 മണിയായപ്പോൾ
സമയമായപ്പോൾ എൻ്റെ മുറിയിൽ ഒരു ശബ്ദം എൻ്റെ കാതിൽ കേൾക്കുന്നു. ആ ശബ്ദം ഇങ്ങനെയായിരുന്നു. ആ ശബ്ദം എന്നോട് ചോദിക്കുന്നു, നട്ടുച്ച നേരത്ത് നീ വെയിലത്തിറങ്ങി നിന്നാൽ നിന്റെ ദേഹം പൊള്ളുമോ എന്നൊരു ചോദ്യം. അത് കർത്താവാണ് ചോദിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ കൊടുത്ത മറുപടി, ഉവ്വ കർത്താവേ, അത് അങ്ങനെ സംഭവിക്കുമെന്ന്, പൊള്ളുമെന്ന് പറഞ്ഞു. ഉടനെ അടുത്ത വാക്യം ഇങ്ങനെയാണ്, ഞാൻ 10,000 സൂര്യനേക്കാൾ പ്രഭയേറിയവനാണ് എന്ന് കർത്താവ് എന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാൻ ദൈവസന്നിധിയിൽ ഇരുന്നിട്ട്, ഇത്രത്തോളം ഇരുന്നിട്ട്, ഒരു വെയിലത്തിറങ്ങി നിന്നാൽ എൻ്റെ ദേഹം പൊള്ളും. എന്നാൽ ഇത്രത്തോളം മണിക്കൂറുകൾ എൻ്റെ സന്നിധിയിൽ 10,000 സൂര്യനേക്കാൾ പ്രഭയേറിയവൻ്റെ അടുക്കൽ ഇരുന്നിട്ട് നീ ജീവിതത്തിൽ എന്ത് അനുഭവിച്ചു എന്നാണ് കർത്താവിനോട് ചോദിച്ചത്. ഇന്ന് രാത്രി ഞാൻ പറയാം, നമ്മൾ മറ്റൊരു ലെവലിലേക്ക് കടക്കേണ്ടതിന് നമ്മൾ ചിലതൊക്കെ ദൈവസന്നിധിയിൽ അർപ്പിക്കപ്പെടുമ്പോഴാണ് നമ്മൾ ആളുമാറ്റി ദൈവം നമ്മെ എടുക്കുന്നത്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരളവുണ്ട്. അളവിലേക്ക് ഇന്ന് രാത്രി നീ കടക്കണമെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ എവിടെയൊക്കെ വന്ന പിഴകൾ ഇന്ന് രാത്രി നാം ശ്രമിക്ക്. ഇന്ന് രാത്രി ദൈവമായിട്ട് നിരപ്പ് പ്രാപിക്കേണ്ടത് അനിവാര്യമാണ്. അത് ഇന്ന് രാത്രി മനസ്സിലാകുന്നവർ ഇന്ന് രാത്രി ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഞാൻ പിറ്റേ ദിവസം ഒരു യോഗത്തിന് എന്നെ കൊണ്ടുപോയി. യോഗം കഴിഞ്ഞ് ഞാൻ നിൽക്കുമ്പോൾ രാത്രിയിൽ ഒരു കോൾ വന്നു. ഒരു സഹോദരിക്ക് 21 ദിവസം ഉപവാസ പ്രാർത്ഥനയാണ്. 1-ാമത്തെ ദിവസം ആ സഹോദരി വൈശാചിക മണ്ഡലം ഇളകി. അത് 21 ദിവസം കണ്ടിന്യൂ നീണ്ടുകൊണ്ടിരിക്കുകയാണ്. ആർക്കും ആ പെൺകുട്ടി അടക്കാൻ പറ്റുന്നില്ല. ആ പാസ്റ്ററിനെ വിളിച്ചു പറഞ്ഞു, പാസ്റ്റർ ഒന്ന് വരാമോ എന്ന് ചോദിച്ചു. ആ ദുഃഖം മനസ്സിലാക്കി ഞാൻ രാത്രി വണ്ടി ഓടിച്ചിട്ട് 1 മണിക്കൂർ വാഹനം ഓടിച്ച് ഞാൻ ആ സ്ഥലത്ത് ചെന്നു. സ്ഥലത്ത് ചെല്ലുമ്പോൾ ആ പെൺകുട്ടിയുടെ ഇടത്തും വലത്തും കൈകളിൽ ആളുകൾ ഞാന്ന് കിടക്കുകയാണ്. ആർക്കും ആ പെൺകുട്ടി അടക്കാൻ പറ്റുന്നില്ല. അവിടെ ചെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ആ പെൺകുട്ടിക്ക് പൈശാചിക ശക്തി ഇളകി നിൽക്കുകയാണ്. ഒരടക്കം ഉണ്ടാകുന്നില്ല, ഒരു ചലനം പോലും ഉണ്ടാകുന്നില്ല. രാത്രി 5 മണി വരെ ഞാൻ നിന്ന് പ്രാർത്ഥിച്ചു. ഒരു മാറ്റം ആ പെൺകുട്ടിക്ക് ഉണ്ടാകുന്നില്ല. 5 മണിയായപ്പോൾ ഞാനും മടുത്തു. എല്ലാവരും തളർന്നുപോയി. കാരണം 21 ദിവസം ഒരേ ലെവലിൽ നിൽക്കുകയാണ്. ഞാനും മടുത്തു. കർത്താവ് എന്ത് ചെയ്യണമെന്നറിയാം. ഞാൻ കൊച്ചുകുട്ടിയെ പോലെ പൊട്ടിക്കരയാൻ തുടങ്ങി. ഞാൻ അവസാനം ആ ചർച്ചിൻ്റെ ആ ഭിത്തിയിൽ ചാരി ഇരുന്നിട്ട് പറഞ്ഞു, നമ്മൾക്കൊരു 10 മിനിറ്റ് വിശ്രമിക്കാം, അതിനുശേഷം ചായ കുടിച്ചിട്ട് വീണ്ടും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചായ കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങളെല്ലാം കാത്തിരിക്കുമ്പോൾ ഞാൻ അറിയാതെ അങ്ങ് മയങ്ങുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, ഈ കുരുക്കഴിയാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ചില ദിവസം ഈ അപ്പൻ ദൈവസന്നിധിയിൽ നിരപ്പ് പ്രാപിച്ചാൽ ഞാൻ ഈ കുരുക്കഴിക്കാമെന്ന് കർത്താവിനോട് പറഞ്ഞു. ഞാൻ ചാടിയിരുന്നിട്ട് പറഞ്ഞു, ചായ കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, ആ പെൺകുട്ടിയുടെ അപ്പൻ ആരാന്ന് ചോദിച്ചു. ആ അപ്പൻ പറഞ്ഞു, ഞാനാണ് പാസ്റ്റർ എന്ന് പറഞ്ഞു. വല്ലാതെ ക്ഷീണിതനായ അപ്പൻ ഇരിക്കുന്നു. അപ്പനോട് പരിശുദ്ധാത്മ പറഞ്ഞു, നീ പാസ്റ്ററുമായിട്ട് വേഗത്തിൽ നിരപ്പ് പ്രാപിക്കാൻ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ പിശാച് അലറിക്കൊണ്ട് പറഞ്ഞു, ഞാനതിന് സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞു. ഈ 21 ദിവസം പിടിച്ചു നിന്നത് അപ്പൻ നിരപ്പ് പ്രാപിക്കാത്ത ഒറ്റ വിഷയത്തിന്മേലാണെന്ന് പറഞ്ഞു. ആ അപ്പൻ ഓടിച്ചെന്ന് പാസ്റ്ററുടെ കാലിലേക്ക് പിടിച്ച് പൊട്ടിക്കരഞ്ഞു. അതിൻ്റെ അർത്ഥം ചില ദിവസങ്ങൾക്ക് മുമ്പ് ഒരു കമ്മിറ്റി കൂടിയപ്പോൾ കമ്മിറ്റിയിൽ 500 രൂപയുടെ ഒരു മിസ്റ്റേക്ക് വന്നു. ആരോ പാസ്റ്ററെ കൊടുത്ത പൈസയാണ്, പക്ഷേ പാസ്റ്റർ അത് മറന്നുപോയി. പക്ഷേ സെക്രട്ടറിയിൽ കണക്കുണ്ടായിരുന്നു. 500 രൂപയുടെ മിസ്റ്റേക്ക് വന്നു. ആ പാസ്റ്ററുടെ കുത്തിന് കയറി പിടിച്ചുകൊണ്ട് ഈ സെക്രട്ടറി വിലകളെ ഉണ്ടാക്കി. അന്ന് രാത്രി പെൺകുട്ടിയെ ദൈവം തൊട്ടു. ഞാൻ പറഞ്ഞതിന് സാരമെന്നറിയാമോ? ആ പാസ്റ്ററോട് നിരപ്പ് പ്രാപിച്ചപ്പോൾ പിശാച് പറയാണ്, എനിക്കിനി ഇവിടെ നിൽക്കാൻ ഒക്കത്തില്ലെന്ന് പറഞ്ഞ് ആ കെട്ട് അഴിഞ്ഞു മാറി ആ പെൺകുട്ടി സൗഖ്യം പ്രാപിച്ചു. ഇന്ന് രാത്രിയിൽ ഏതൊക്കെയോ വാക്കിൽ കുടുക്കിൽ പിടിച്ചുകൊണ്ട് നിന്റെ നന്മയ്ക്കെതിരെ, നിന്റെ ഉയർച്ചയ്ക്കെതിരെ, നിന്റെ തലമുറയ്ക്കെതിരെ, നിന്റെ സാമ്പത്തിക മേഖലകൾക്കെതിരെ, നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ ഇന്ന് രാത്രി അവകാശം പറയുന്ന ചിലത് ഇന്ന് രാത്രി വാക്കിനാൽ വന്ന ബന്ധനം ഇന്ന് രാത്രി വാക്കാൽ അഴിയട്ടെ. മനസ്സിലാകുന്നവർ ശക്തിയോട് രാത്രി ദൈവത്തെ സ്തുതിച്ചാട്ടെ. അഭിഷേകത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇന്ന് രാത്രി ചില കെട്ട് പൊട്ടുന്ന രാത്രിയാണ്. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി, പ്രൈസ് ദ ലോർഡ്. ചിലത് അഴിക്കാൻ, ചിലത് അഴിയപ്പെടേണ്ടതും നമ്മുടെ വാക്കിനാൽ വന്ന ബന്ധനം വാക്കാൽ അഴിയപ്പെടണം. ചില രോഗങ്ങളാൽ നീ ഭാരപ്പെടുന്നുണ്ടോ? മരുന്ന് കഴിച്ചിട്ട് മാറുന്നില്ലേ? പലവട്ടം പ്രാർത്ഥിച്ചിട്ടും കുരുക്കഴിയുന്നില്ലേ? ഇന്ന് രാത്രി മറ്റൊരു വഴി പ്രവാചകന്മാർ അധികം അന്വേഷിക്കുന്നതിൽ അർത്ഥമില്ല. ഇന്ന് രാത്രി ഉപവാസം അധികം ഇരിക്കുന്നതിൽ പ്രസക്തിയില്ല. ഇന്ന് രാത്രി വാക്കിനാൽ വന്ന ബന്ധനം ഇന്ന് രാത്രി വാക്കാൽ അഴിയപ്പെടണം. ആ രോഗാത്മാവിൻ്റെ മേൽ ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൽ ഒരു വിടുതൽ ഇന്ന് രാത്രി വെളിപ്പെടാൻ ഒറ്റ വഴിയേ ഉള്ളൂ. വാക്കിനാൽ വന്ന കുരുക്ക് ഇന്ന് രാത്രി ഏറ്റുപറഞ്ഞാട്ടെ. എവിടെയൊക്കെയോ നീ പറഞ്ഞ വാക്കുകളില്ലേ, അതിന്ന് രാത്രി
രാത്രി ഏറ്റു പറയാമോ? ശരീരത്തിൽ സൗഖ്യം വെളിപ്പെടാൻ പോകുകയാണ്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഏറ്റെടുക്കുന്നവൻ്റെ ശരീരത്തിൽ മേൽ ഇന്ന് രാത്രി വിടുതലിൻ്റെ ശക്തി ഇന്ന് രാത്രി അത് വ്യാപിച്ചു കൊണ്ടിരിക്കുന്നതിനായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. അടുത്തിരിക്കുന്നവർ കേൾക്കണമെന്നില്ല. ഇന്ന് രാത്രി ആരോട് പരിശുദ്ധമ പറയുന്നു? വഴികൾ നിന്റെ മുമ്പിൽ അടഞ്ഞു കിടക്കുകയല്ലേ? ഇന്ന് രാത്രി പ്രാർത്ഥിച്ച് ആ കുരുക്ക ഇന്ന് രാത്രി കർത്താവ് അഴിച്ച് നിന്നെ സൗഖ്യം വരുത്താൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ ശക്തിയോടെ ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിച്ചാട്ടെ. രോഗാത്മാവ് വാക്കിനാൽ എന്തുണ്ടാകും? രോഗം ഉണ്ടാകും. ഒന്നാമത്തെ പോയിന്റ് എന്താണ്? വാക്കിനാൽ രോഗമുണ്ടാകും. അടുത്ത വാക്യം നമ്മൾ സഭാപ്രസംഗയുടെ പുസ്തകം തന്നെ 5:5 ഒന്നുകൂടെ ആവർത്തിച്ച് വായിച്ചാട്ടെ. അടുത്തത് അബദ്ധവശാൽ വന്നുപോയെന്ന് നീ ദൂതന്റെ സന്നിധിയിൽ പോലും പറയരുത്. ശ്രദ്ധിക്കണമാണ്, ഇത് ദൂതന്റെ സന്നിധിയിൽ പറയരുതെന്നാണ്. അപ്പം നമ്മുടെ ഇടപാട് ദൂതനുമായിട്ടല്ല, അത്യുന്നതനായ ദൈവവുമായിട്ടാണ്. അപ്പം ദൂതനോട് പോലും നിനക്ക് പറ്റിപ്പോയെന്ന് പറയാൻ പറ്റില്ലെങ്കിൽ സർവശക്തൻ്റെ മുമ്പിൽ നമുക്ക് എങ്ങനെ തെറ്റി ഒഴിയാൻ പറ്റുമെന്നാണ് ഇന്ന് രാത്രി നമ്മൾ തിരിച്ചറിയേണ്ടത്. അബദ്ധവശാൽ വന്നുപോയി, നമുക്കതേ ഉള്ളൂ, അബദ്ധം പറ്റിപ്പോയി. അച്ചായന് പെട്ടെന്നൊരു ദേഷ്യം, അല്പം ചായക്ക് മധുരം കൂടിപ്പോയി, അല്ലെങ്കിൽ പെട്ടെന്നൊരു ദേഷ്യം. നമ്മളൊക്കെ പറയാറ് ഒരു പെരുത്തിങ്ങോട്ട് വരുന്നു, ഒക്കെ ദേഷ്യം ഇങ്ങോട്ട് വരുമ്പോൾ കയ്യിൽ വലിച്ചെറിഞ്ഞ് ഒറ്റ ഏറിനങ്ങ് പൊട്ടിക്കും. പൊട്ടിച്ച് കഴിയുമ്പോഴറിയുന്നത് പ്രവൃത്തി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുമ്പം ആ ഇളക്കിയ പുള്ളി അങ്ങ് മാറി നിൽക്കും. പിന്നെ നമ്മൾ പെട്ടെന്ന് പൊട്ടിക്കരയൊക്കെ ചെയ്യുന്ന കണ്ടിട്ടില്ലേ? പെട്ടെന്നുണ്ടാകുന്ന ക്ഷിപ്രകോപം അത് വളരെ പ്രാധാന്യപ്പെട്ട ഒരു കാര്യമാണ്. അത് നമ്മൾ വളരെ ഗൗരവമായി ചിരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കൃപയാണ്. ചിരിക്കാൻ വരം കിട്ടിയ മനുഷ്യനാണ്. ചിരിക്കുന്ന നല്ലതാണ്. ചിരി ഒരു വരമാണ്, അപ്പോൾ തന്നെ അതൊരു വികാരമാണ്. അപ്പോൾ തന്നെ കോപവും ശരീരത്തിന് ചിരി കൊണ്ട് ഒരുപാട് ഗുണമുണ്ട്, അതുപോലെ കോപിക്കുന്നതുകൊണ്ട് ഒരുപാട് ഗുണമുണ്ട്, ശാരീരശാസ്ത്രം പറയുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് കോപിക്കുന്നതിന് പ്രശ്നമില്ല. നമ്മളെല്ലാം കോപിക്കുന്ന പുള്ളികളാണ്. കോപിക്കുന്നൊരു പ്രശ്നമുണ്ട്. നമ്മുടെ കോപം ദൈവത്തിൻ്റെ നീതിയെ എന്ത് ചെയ്യുമോ? പ്രവർത്തിക്കുമോ എന്നൊരു ചോദ്യമുണ്ടല്ലേ? കോപിച്ചാൽ നമുക്ക് അബദ്ധം പറ്റി, നമ്മളൊന്ന് കോപിച്ചാൽ നല്ലതാണ്. പക്ഷേ അത് അസ്തമയം വരെ എന്ത് ചെയ്തിട്ട് വെച്ചുകൊണ്ട് അതിൻ്റെ ആയുസ് എവിടം വരെ ആകാവുള്ളൂ? അസ്തമയം വരുമ്പോൾ അച്ഛനോടും അമ്മാമയും തമ്മിൽ നെരുപ്പ് പ്രാപിച്ചോണം. അത് വെച്ചുകൊണ്ട് കിടന്നുറങ്ങിയാൽ മറ്റൊരു ബന്ധനം കയറിയെന്ന് ഓർത്തോണം. സ്വത്രം ആരും പറയുന്നില്ല. ഇന്ന് രാത്രിയിൽ ലെവലിനപ്പുറം കയറിപ്പോകാതെ, ഇത് നിസ്സാര കാര്യമല്ല. നമ്മളൊക്കെ കൃപ നിർത്തിക്കൊണ്ട് പോകുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ലത്. നമുക്ക് വാചാലമായി പ്രസംഗിക്കാം, അതൊക്കെ നന്നായ കാര്യങ്ങളാണല്ലേ. പക്ഷെ നമ്മളൊക്കെ നമ്മുടെ മേലുള്ള കൃപ നിലനിർത്തിക്കൊണ്ടു പോകുക, ദൈവശക്തി ചോർന്നു പോകാതിരിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ ഗൗരവമുള്ള ഭാഗമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി അബദ്ധവശാൽ വന്നുപോയെന്ന് നീ ആരുടെ മുമ്പിൽ പറയരുത്? ദൂതന്മാരുടെ മുമ്പിൽ പോലും പറയരുത്. കഴിഞ്ഞ പകൽ നമ്മൾ മോശയെക്കുറിച്ച് നല്ല ചിന്തിച്ചു. നമ്മുടെ ബഹുമാന്യ ദാസനും ലീഡ് ചെയ്തപ്പോൾ അത് തന്നെ പറഞ്ഞു. മോശ നല്ല വ്യക്തിത്വമാണ്. ഏറ്റവും ഞാൻ പ്രഭാഷണത്തിന് അധികം കണ്ടെത്തുന്നൊരു വ്യക്തി, എനിക്ക് മോശ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ പഠനമുറിയിലൊക്കെ ഞാൻ ഒരുപാട് മോശയെക്കുറിച്ച് പഠിക്കാൻ സമയം വേർതിരിക്കും. നമ്മുടെ ബഹുമാന്യ അഭിഷക്തൻ JC അവറുകൾ നമുക്ക് മോശയെക്കുറിച്ച് തന്നെ ആഴമേറി, അതുപോലെ പുസ്തകം ഇതുവരെ ഇറങ്ങിയിട്ടില്ല, അത്ര ആഴമുള്ള ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. അപ്പോൾ മോശ സംബന്ധിച്ച് നമുക്ക് നന്നായി അറിയുന്ന കാര്യമാണ്. പക്ഷേ നമ്മൾ വായിക്കുമ്പോൾ 106-ാം സങ്കീർത്തനം 30-ാമത്തെ വാക്യം 30-32 വാക്യം വായിക്കുമ്പോൾ അവിടെ ഇരിക്കുന്നത് ഇങ്ങനെയാണ്: അവർ അവനെ കോപിപ്പിച്ചു. കണ്ടോ? അവർ അവനെ, ഒന്ന് വായിച്ചാട്ടെ വേഗത്തിൽ. 106-ാം സങ്കീർത്തനം 30-32 വാക്യങ്ങൾ. അവർ അവനെ കോപിപ്പിച്ചു. ആര്? അവർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഇസ്രായേൽ ജനം. അവർ അവനെ കോപിപ്പിച്ചു. വാസ്തവത്തിൽ മോശയല്ല കാരണക്കാരൻ, പിന്നെ ആരാണ് കാരണക്കാരൻ? ഇസ്രായേൽ ജനമാണ്. അവർ അവനെ കോപിപ്പിച്ചു. മോശയ്ക്ക് ദോഷം സംഭവിച്ചു. എന്താ മോശയ്ക്ക് സംഭവിക്കാൻ കാര്യം? മോശ അവിവേകം സംസാരിച്ചു പോയി. മോശയ്ക്ക് അവിവേകം സംസാരിച്ചു പോയി. എന്താണ് സംഭവിച്ചത്? അവർ അവനെ കോപിപ്പിച്ചു. പ്രലോഭിപ്പിച്ചത് ആരാണ്? ഇസ്രായേൽ ജനമാണ്. നമ്മളല്ല, മോശയല്ല ഇവിടെ കാരണക്കാരൻ. മോശ കോപിക്കുന്ന ആളല്ലെന്നും നമ്മൾ സംഖ്യപുസ്തകത്തിൽ മോശയെപ്പോലെ സൗമ്യനാർ വേറെ ഇല്ലെന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ മോശയെ അവർ കോപിപ്പിച്ചു എന്ന് പറഞ്ഞാൽ സൗമ്യത ഉള്ളവനെ ഇളക്കുന്ന പുള്ളികളുണ്ടെന്ന് തിരിച്ചറിയണം. അവർ അവനെ കോപിപ്പിച്ചു. മോശ കോപിച്ചിട്ട്, നമുക്കറിയുന്ന ഭാഗമാണത്, ഞാൻ ആ ഭാഗം പറയുന്നില്ല. അപ്പം മോശ കോപിച്ചിട്ട് അവിവേകം സംസാരിച്ചു പോയി. ഉടൻ ദൈവം എന്താ പറഞ്ഞത്? മോശേ, വാഗ്ദത്ത കനാൻ ദേശം നീ ദൂരെ നിന്ന് കാണുക അല്ലാതെ ജീവനോടെ നീ അവിടെ എന്ത് ചെയ്യില്ല,
കാലുകുത്തുകയില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടേറെ മോശ എഴുതിയിരിക്കുന്നത്, ഒരു ഗ്രന്ഥകാരൻ എഴുതിയിരിക്കുന്ന, ഒരു കവിവരൻ എഴുതിയിരിക്കുന്നത്, മോശ തലമുടി പിച്ച് പറിച്ച് അവൻ വസ്ത്രം കീറി പൂഴിമണ്ണിൽ കിടന്ന് അവൻ ഉരുണ്ട് നിലവിളിച്ചിട്ട് ദൈവത്തോട് പറഞ്ഞു, കർത്താവേ എനിക്ക് പോയ പറ്റുകയുള്ളൂ, അങ്ങനെ പറയരുതേ എന്ന് പറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. രണ്ടാമതും ചോദിച്ച, കർത്താവേ എന്നെ കൊണ്ടുപോകാമോ? ദൈവം പറഞ്ഞ ഇല്ല. മൂന്നാമതും ചോദിച്ചേറെ ദൈവം തിരിച്ചു മോശയോട് കോപിച്ചു, മേലാൽ ആ കാര്യം നീ മിണ്ടിപ്പോകല്ലേ എന്ന് പറഞ്ഞു. കണ്ടോ, മോശയുടെ ഒറ്റ കോപം നിമിത്തമായിട്ട് വാഗ്ദത്ത ദേശത്തെത്തപ്പെടാൻ മോശ വൈകിപ്പോയി. എന്ന മറുരൂപ മലയിൽ വെച്ച് കർത്താവും മോശയും ഏലിയാവും മുമ്പിൽ മോശ ഉണ്ടായിരുന്നു നമ്മൾ വ്യക്തമായി വായിക്കുന്നുണ്ട്. എന്നാൽ ഒരു കാര്യം പറയാം, മോശ വാഗ്ദത്ത ദേശത്ത് എത്തപ്പെട്ടെങ്കിലും അത് നമ്മൾ വായിക്കുന്നു, അത് വൈകിയെന്ന് തിരുവചനത്തിൽ വായിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ കോപം നിമിത്തം, നമ്മുടെ വാക്ക് നിമിത്തം പല വാഗ്ദത്തങ്ങൾ ഇന്നും നിറവേറാതെ കിടക്കുന്നത്. അത് പറഞ്ഞ പ്രവാചകന്മാരെ പറഞ്ഞിട്ട് കാര്യമില്ല, അത് ബൈബിൾ വചനത്തെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ന് രാത്രി നിന്റെ വാക്ക് നിമിത്തം പല വാഗ്ദത്തങ്ങൾ നിർജീവമായി പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഏറ്റു പറഞ്ഞാൽ സമയബന്ധിതമായി തന്നെ ആ വാഗ്ദത്തങ്ങൾ നിറവേറ്റാൻ നമ്മുടെ ദൈവം ശക്തനായിരിക്കൊണ്ട് ഇന്ന് രാത്രി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. വാക്കിനാൽ വന്ന കുരുക്ക് ഇന്ന് രാത്രി അഴിഞ്ഞാൽ കുഞ്ഞെ, നിന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ, നിന്റെ തലമുറയുടെ മേൽ പറഞ്ഞ വാഗ്ദത്തങ്ങൾ ദൈവം വേഗത്തിൽ ചെയ്യുവാൻ ശക്തനായിരിക്കാൻ ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. അനുഭവിക്കുന്ന ദൈവമക്കൾ, ഏറ്റെടുക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ശക്തിയോടെ ഒന്ന് ആധരം തുറന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ശക്തിയോടെ വാക്കിനാൽ വന്ന കുരുക്ക് വാക്കാൽ അഴിയപ്പെടണം. അപ്പോൾ വാക്ക് നിമിത്തം എന്തുണ്ടാകും? രോഗമുണ്ടാകും. രണ്ട്, വാക്ക് നിമിത്തം നമ്മുടെ വാഗ്ദത്തങ്ങൾ വൈകും. നമ്മൾ യൂദാലേഖനം പഠിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നു, മോശ നെബോ പർവ്വതത്തിൽ വെച്ച് മരിച്ചു. മോശയുടെ മൃതശരീരം ഏറ്റുവാങ്ങേണ്ടതിന് വേണ്ടി വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞു, എൻ്റെ ഗൃഹത്തിൽ വിശ്വസ്തനായി മോശ മരിക്കുന്ന ദിവസമാണ്, അതുകൊണ്ട് മോശയെ അടക്കം ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. പ്രധാന ദൂതനെ മീഖായേലിനെ വിളിച്ചു. അവിടെ വെച്ച് മോശ മരിച്ചു. കുഴിമാടം എവിടെ എടുത്ത് നമുക്കറിഞ്ഞുകൂടാ, അത് അജ്ഞാതമാണ്. ആ മൃതശരീരം എടുക്കുവേണ്ടതിന് വേണ്ടി കുഴിമാടത്തിൽ കൊണ്ടുപോകേണ്ടതിന് വേണ്ടി പ്രധാന ദൂതനായി മീഖായേൽ വന്നു. ആ യൂദാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, ആ മൃതശരീരം എടുക്കാൻ വന്നപ്പോൾ പെട്ടെന്ന് അവിടെ ആര് പ്രത്യക്ഷപ്പെട്ടു? സാത്താൻ പ്രത്യക്ഷപ്പെട്ടു. മോശയുടെ ശരീരത്തെക്കുറിച്ച് തർക്കിച്ച് വാദിച്ചു. അപ്പോൾ അവിടെ ഇങ്ങനെ ഇരിക്കുന്നത്, ഉടനെ ഒരു ദൂഷണ വിധി ഉച്ചരിപ്പാൻ തുനിയാതെ യഹോവ നിന്നെ ഫലസിക്കട്ടെ എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? പ്രധാന ദൂതനെ മീഖായേൽ ഒഴിഞ്ഞു മാറി. കണ്ടോ, ഒരു വാക്കുപോലും ഉച്ചരിപ്പാൻ തുനിയാതെ. എന്ന് പറഞ്ഞാൽ പ്രഭാപൂരിതമായി ദൈവ തേജസ്സിനെ ശരീരത്തിൽ വഹിച്ച മോശയുടെ മുഖത്ത് പോലും നോക്കാൻ ജനം ഭയപ്പെട്ടതാണെങ്കിൽ, ഒരു മേഘപാളിക്കപ്പുറത്തും ഇപ്പുറത്തും 40-80 ദിവസം മോശം ദൈവം മുഖാമുഖം നോക്കി കാത്തിരുന്ന ആ മോശയ്ക്ക് കിട്ടിയ ഭാഗ്യം, ആ ഭാഗ്യമുള്ള മോശയ്ക്ക് ഈ ദുർഗതി വന്നെങ്കിൽ, എനിക്കും എൻ്റെ വാക്കിനാൽ വന്ന ഏതെങ്കിലും മിസ്റ്റേക്ക് നിമിത്തം മോശയുടെ ഗതി എനിക്ക് വരുമോ എന്ന് ദൂതൻ ഭയപ്പെട്ടിട്ട് ഒരു വാക്കുപോലും ഉച്ചരിപ്പാൻ തുനിയാതെ യഹോവ നിന്നെ ഫലസിക്കട്ടെ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയെങ്കിൽ, ഇന്ന് രാത്രി വാക്കിനാൽ കുരുക്കിട്ട് നിന്നെ ഒതുക്കാൻ നോക്കുന്ന ചിലതിൻ്റെ മുമ്പിൽ ഇന്ന് രാത്രി ഒഴിഞ്ഞു മാറാൻ കൃപ പ്രാപിച്ച ജനം ഇന്ന് രാത്രി തയ്യാറാവട്ടെ എന്ന് ഇന്ന് രാത്രി ആത്മാവ് ശക്തമായി പറയുന്നു. നിന്നെ കുടുക്കി നിന്റെ കൃപയെയും നിന്റെ അഭിഷേകത്തെയും നഷ്ടപ്പെടുത്തി കളയാൻ, നിന്നിലെ ദൈവകൃപ കളഞ്ഞാൽ നിന്റെ കുടുംബത്തെ ബന്ധിക്കാം, നിന്റെ അഭിഷേകത്തെ കളഞ്ഞാൽ നിന്റെ തലമുറയെ തൊടാം എന്ന് വ്യാമോഹിക്കുന്ന ശക്തികൾ, നിനക്കെതിരെ വെച്ച കുടുക്കുകൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അഴിയേണ്ടതിനായി ശക്തിയോടെ ശക്തിയോടെ യേശുവിന്റെ നാമത്തിൽ ആ കെട്ടുന്ന രാത്രി അഴിഞ്ഞു മാറിക്കാട്ടെ. വാക്കിനാൽ വന്ന ബന്ധനം, വാക്കിനാൽ വന്ന പോരാട്ടങ്ങൾ, വാക്കിനാൽ വന്ന ചില ബന്ധന ശക്തികൾ ശരീരം വിട്ടുന്ന രാത്രി അഴിയേണ്ടതിനാ നമുക്ക് പ്രാർത്ഥിക്കാം. ഓ റിബല ശബ്ദൽ കമാനിയ, വാക്കിനാൽ വന്ന മിസ്റ്റേക്ക് മോശയുടെ ശരീരത്തെ അവകാശം പറഞ്ഞെങ്കിൽ ഇന്ന് രാത്രി നിന്റെ ശരീരത്തിന്മേൽ വാക്കിനാൽ വന്ന കുഴപ്പം നിമിത്തം അവകാശം പറഞ്ഞ ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ശക്തിയോടെ ശക്തിയോടെ എല്ലാ ജനം ചേർന്ന് ശക്തിയോടെ ആ കരമടിച്ചുകൊണ്ട് ആത്മ നിറവിരുന്ന് രാത്രി ദൈവത്തെ സ്തുതിച്ചാട്ടെ.
ശബല റിബല ഹദുർവനേസിയാംദൽ ഉദരാ ജഗമന റിബല ഹഡ്വേദക അർബല ജബൽ പ്രൗഡേ ഉദരബൽ ഘടക ശംദൽ ഖബഡമനധികാരക. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വാക്കിൽ വന്ന രോഗമഴിയട്ടെ, വാക്കിനാൽ വന്ന വാഗ്ദത്തം മടക്കി പിടിച്ചാട്ടെ, വാക്കിനാൽ വന്ന ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി. ഗ്ലോറി 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 ഗ്ലോറി. രക്തത്താൽ 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 നിന്നെ കുടുക്കിയിട്ട്, നിന്നെ പ്രലോഭിപ്പിച്ച്, നിന്നെ കൊണ്ട് പറയിപ്പിച്ച്, നിന്നെ പ്രലോഭിപ്പിച്ച്, നിന്നെ കൊണ്ട് പറയിപ്പിച്ച്, ഓ നിന്റെ ശരീരത്തിന്മേൽ അവകാശം പറയുന്ന ചില പൈശാചിക മണ്ഡലങ്ങൾ. ഗ്ലോറി 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 ഗ്ലോറി. യേശുവിൻ്റെ രക്തത്താൽ ജയം, യേശുവിൻ്റെ രക്തത്താൽ ജയം, യേശുവിൻ്റെ രക്തത്താൽ ജയം, യേശുവിൻ്റെ രക്തത്താൽ. എല്ലാവരും ചേർന്ന് അല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആത്മാവ് ശക്തമായി ചിലരോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ ആത്മാവിൽ തിരിച്ചറിയുന്നു ചില ശരീരം ഇന്ന് രാത്രി സൗഖ്യം പ്രാപിക്കുകയാണ്. നാളുകളായി ചുമക്കുന്ന രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി അഴിഞ്ഞു മാറുന്നു. ഗ്ലോറി ഗ്ലോറി. വാഗ്ദത്തങ്ങൾ ഇന്ന് രാത്രി നിറവേറാതെ കിടക്കുന്നുവോ? യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി വാക്കിനാൽ വന്ന കുരുക്കഴിയട്ടെ. നിന്റെ കോപത്തെ ഇന്ന് രാത്രി വിട്ടൊഴി. പെട്ടെന്നുടനെ ക്ഷിപ്ര കോപം നിന്റെ വാഗ്ദത്തത്തെ കളയുന്നു, നിന്റെ ശരീരത്തെ അവകാശം പറയുന്നു. ആരോഗ്യമുള്ള നിന്റെ ശരീരത്തെ രോഗിയാക്കി മാറ്റുന്നു. ഇന്ന് രാത്രി അഴിഞ്ഞു മറിക്കട്ടെ. ശക്തിയോടെ ശക്തിയോടെ ആരും മൗനമായിരിക്കരുത്. ഞാൻ ആത്മാവിൽ ചില വെളിപ്പാട് കണ്ടുകൊണ്ടാണ് ഇന്ന് രാത്രി ശുശ്രൂഷിക്കുന്നത്. ചില ശരീരം ഇന്ന് രാത്രി വിടുവിക്കപ്പെടുകയാണ്. ശക്തിയോടെ ഓ റിബലബ സംദൽ കമനധികാരബ അർദ്ധരാജകപ്രവന ദുഡബൽ കടകമനധികാരബേ ഷാറബൽ കൗഡമന സേബ്ദൽ കൗഡമനാധരെ അർദ്ധരാജകപ്രബല ദുഡാലബ സംദൽ ഉടകബ രഹസ്യാപ്തൽ. ശക്തിയോടെ ഒരു ദൈവ സാന്നിധ്യം ആസ്വദിച്ചിട്ട് എവിടുന്ന് പോകാവൂ. ഇതുവരെ ഒതുങ്ങി വെച്ച, തടഞ്ഞു വെച്ച ഒഴുക്കിന് രാത്രിയിൽ നിന്റെ മേൽ വരട്ടെ. വാക്കിൽ വന്ന ഒഴുക്കിനെ തടയുന്ന ആ തടസ്സം ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി മാറ്റിയാൽ അസാധാരണ ഒരു അഭിഷേകം. ഫയർ. ശക്തിയോടെ ശക്തിയോടെ ശക്തിയോടെ. ചില ശത്രുക്കൾ ഓടിമറിയുന്നു. ചില അന്ധകാരം ഇന്ന് രാത്രി അവകാശങ്ങൾ ദൈവം നിലംപരിയാക്കുകയാണ്. ഓ ഉദാരബല സാലബറിയാല അർദ്ധലേ ചുടബൽ ഘടകമന റിബല ഹടകസിയാനക. ചില രോഗബന്ധനം അടിയട്ടെ. ഓ മരുന്നിൽ കഴിയാത്തത്, മരുന്നിനാൽ കഴിയാത്തത്, ഉപവസിച്ചിട്ട് കഴിയാത്തത് ഇന്ന് രാത്രി വചനം അയച്ച് ഇന്ന് രാത്രി അവനെ സൗഖ്യമാക്കുകയാണ്. ശബലഗമനസിയാംദൽ കൗഡമനധികേറിയൽ ഹോ റിബല ജഗമന റിബൽ അസ്തരാ ജഗപ്രമന ദുഡാലബേ അർദ്ധനാ ജഗപ്രമനധികേസിയാംദൽ കൗഡാനബേ. വാക്കിനാൽ രോഗമുണ്ടാകും, വാക്കിനാൽ വാഗ്ദത്തങ്ങൾ വൈകും, വാക്കുകളാൽ പൈശാചിക ബന്ധനങ്ങൾ ശരീരങ്ങളുടെ മേൽ അവകാശം പറയും. അത് ദൈവമക്കൾ തിരിച്ചറിയണം. നമുക്കെതിരെ ചെയ്യാൻ ഒരാളുമില്ലെന്നിരിക്കാം. മന്ത്രവാദികളോ ശകുനവാദികളോ ഒന്നും നിനക്കെതിരെ ഒരു മന്ത്രങ്ങളോ ആഭിചാര ദോഷങ്ങളോ ചെയ്തിട്ടില്ലായിരിക്കാം. എന്നിട്ടും ഉപവസിക്കുന്ന നിനക്ക്, പ്രാർത്ഥിക്കുന്ന നിനക്ക്, ദൈവകൃപയിൽ നിൽക്കുന്ന നമുക്ക് എന്തുകൊണ്ട് ബന്ധിക്കപ്പെടുന്നു എന്ന് ഇന്ന് രാത്രി ആത്മാവ് ചോദിക്കുന്നു. ഇന്ന് രാത്രി നിന്റെ പെട്ടെന്നുണ്ടാകുന്ന വാക്കുകളുണ്ടല്ലോ, അത് ഇന്ന് രാത്രി വലിയ വലിയ വില കൊടുക്കേണ്ടി വരുന്നു. അത് ഇന്ന് രാത്രി അറിയണം. ദാവീദ് ഗൃഹവും ശൗൽ ഗൃഹവും തമ്മിൽ യുദ്ധമുണ്ടായി. ഓരോ ദിവസം കഴിയുന്തോറും ശൗലിൻ്റെ ഗൃഹം ക്ഷയിച്ചു പോന്നു. എന്നാൽ ദാവീദിന്റെ ഗൃഹമോ നാൾക്ക് നാൾ കഴിയും തോറും ശക്തിപ്പെട്ടു. കാരണം ശിമയി അവനെ ശപിക്കാൻ വരുമ്പോൾ അവൻ പറയുന്നു, യഹോവ പറഞ്ഞിട്ടാണ് അവൻ പ്രാകുന്നെങ്കിൽ അവൻ പ്രാകിക്കൊള്ളട്ടെ. അല്ല, യഹോവ പറയാതാണ് അവനെ ശപിക്കുന്നെങ്കിൽ ആ ശാപങ്ങൾ മുഴുവനും അവൻ എൻ്റെ മേൽ അനുഗ്രഹമായി വെക്കട്ടെ. ഇന്ന് രാത്രി കൂടെ നിൽക്കുന്നവൻ്റെ വാക്ക് കേട്ട് ആയുധമെടുക്കുന്നവനല്ല അകത്ത് ജീവൻ പ്രാപിച്ച ജനമെന്ന് ഇന്ന് രാത്രി തിരിച്ചറിയട്ടെ. പലരും നിന്നെ പ്രലോഭിപ്പിക്കാനുണ്ടാകും, പലരും പറ 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 എന്ന് നിന്നെ പ്രേരിപ്പിച്ചേക്കാം. എന്നാൽ ഇന്ന് രാത്രി നിന്റെ അകത്ത് ഒരു ശക്തിയേറിയ അഭിഷേകം ഇന്ന് രാത്രി വ്യാപിക്കുന്നെങ്കിൽ ശത്രുവിന്റെ തന്ത്രത്തെ കണ്ടുകൊണ്ട് ഇന്ന് രാത്രി ഓടി രക്ഷപ്പെടാൻ ഇന്ന് രാത്രി ആത്മാവ് ആലോചന പറയുന്നു. പ്രൈസ് ദി ലോർഡ്. വളരെ മർമ്മമായി നാം ഗ്രഹിക്കേണ്ട ഭാഗമാണ്. പിശാചിനെ സംബന്ധിച്ചിടത്തോളം പിശാചിനിൽ ആയുധമില്ല. പിശാചിന് എന്തില്ല?
അവൻ ആയുധമില്ല. ലൂസിഫർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അവൻ സ്വർഗസിംഹാസന ചുറ്റും നിന്നുകൊണ്ട് സൈന്യങ്ങളുടെ യഹോവ ദൈവം പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ആരാധിക്കുകയായിരുന്നു. അവൻ്റെ ചിറകൾ വിരിക്കുമ്പോൾ എത്ര സംഗീത ഉപകരണമോ അതെല്ലാം അവൻ്റെ ചിറകിൽ നിന്നും അതേ താളത്തിൽ ഇമിണത്തിൽ വരുമായിരുന്നു. അവൻ്റെ കയ്യിൽ ആയുധമില്ലായിരുന്നു, അവൻ്റെ കയ്യിൽ സംഗീതോപകരണങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അവനാണ് വെട്ടേറ്റ് നിലത്ത് വീണത്. അവൻ്റെ കയ്യിൽ ആയുധമില്ല. പിന്നെ അവൻ്റെ കൈവശം എന്തേ ഉള്ളൂ? നമ്മെ തകർക്കുന്ന തന്ത്രങ്ങളേ ഉള്ളൂ. അത് തിരിച്ചറിയണം. നമ്മൾ തുയത്തര സഭയ്ക്ക് ലേഖനം വെളിപ്പാട് പുസ്തകത്തിൽ ദൂത് പറയുമ്പോൾ 2-ാം അധ്യായത്തിൽ 24-ാം വാക്യത്തിൽ പറയുന്നു, അവർ സാത്താൻ്റെ ആഴങ്ങളെ അറിയാതെ പോയി എന്ന വാക്യമാണ്. എന്നാൽ പുതിയ ട്രാൻസ്ലേഷൻ ചില ബൈബിളിൽ ഞാൻ വായിച്ചപ്പോൾ അവർ സാത്താൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ അറിയാതെ പോയി എന്നാണ് അതിനകത്ത് കിടക്കുന്നത്. ആ ട്രാൻസ്ലേഷൻ അതിൻ്റെ യഥാർത്ഥ ട്രാൻസ്ലേഷൻ സാത്താൻ്റെ നിഗൂഢമായ രഹസ്യങ്ങൾ നിനക്കെതിരെ തന്ത്രം കൊണ്ടുവരികയാണ്. നിന്നെ നേരിട്ട് തൊടാനൊക്കില്ലെന്നറിയാം. നിന്നെ തൊടാൻ അവൻ അടുക്കൽ പോലും അടുക്കാനൊക്കില്ലെന്നറിയാം. കാരണം ദൈവ തേജസ്സിൻ്റെ വലയം, അങ്ങയുടെ രക്തത്തിൻ്റെ സംരക്ഷണം നിന്റെ അകത്തും പുറത്തും ഉണ്ടെന്ന് ഇന്ന് രാത്രി തിരിച്ചറിയണം. എന്നാൽ നിന്നെ ഒതുക്കാൻ നോക്കുന്ന മണ്ഡലങ്ങളില്ലേ, അതിനെ ഇന്ന് രാത്രി ആ തന്ത്രത്തെ തിരിച്ചറിയേണ്ടത് അനിവാര്യമാണ്. മോവാബ് രാജാവ് ബിലിയാമിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞ് ജനത്തെ ഒന്ന് പ്രാകാൻ വരണം. കാരണം ആ ജനത്തിൻ്റെ ശക്തി കണ്ടിട്ട് പറ്റുന്നില്ല. അപ്പം ബിലിയാം പറഞ്ഞ ദൈവത്തോട് ചോദിക്കണം. ദൈവം പറഞ്ഞു, പോകരവൻ എൻ്റെ ജനമാണ്. ബിലിയാം രണ്ടാമതും വിളിച്ചു പറഞ്ഞു, ഞാൻ നിനക്ക് സ്വർണ്ണം കട്ടിത്തരാം, മേലങ്കി തരാം എന്നൊക്കെ പറഞ്ഞ് ഓഫറുകൾ പറഞ്ഞപ്പോൾ അത് കേട്ടപ്പോൾ മനസ്സിളകിയവൻ വീണ്ടും ചോദിച്ച, കർത്താവ് ഞാൻ പൊക്കോട്ടെ എന്ന് ചോദിച്ചു. ദൈവം പറഞ്ഞ് നീ പൊക്കോളാൻ പറഞ്ഞു. അനുവാദമായിട്ട് പോകുന്ന കൂട്ടത്തിലാണ് വഴിയോരത്ത് വെച്ച് പതിവിനേക്കാൾ വ്യത്യസ്തമായ നില കഴുത അവൻ്റെ കാലും അതിനോട് ചേർത്ത് വെച്ച് അമർത്താൻ തുടങ്ങി. കഴിഞ്ഞ 3 വട്ടം കോപപരവേശന അദ്ദേഹം ഈ കഴുതയെ